യേശുവേ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഇന്ന് സന്ദേശം കേൾക്കുന്ന എല്ലാ മക്കൾക്കും നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ വലിയൊരു സ്നേഹം, വലിയൊരു കൃപ, അതുപോലെ തന്നെ അവിടുത്തെ വചനത്തിൻ്റെ അഭിഷേകം ഓരോ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട സന്ദേശം, ഇന്നത്തെ ടോപ്പിക്ക് പ്രധാനമായിട്ടും ഭയം, ആകുലത, നിരാശ, അസ്വസ്ഥത ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശമാണ്. കാരണം നിങ്ങളിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട തിരുവചനത്തെക്കുറിച്ചാണ് ബ്രദർ പറയുന്നത്. ഭയം, ആകുലത, നിരാശ, അസ്വസ്ഥത, തടസ്സങ്ങളുള്ള മക്കൾ ചെയ്യേണ്ട കാര്യം, ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവവചനത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. വചനം ഇതാകുന്നു. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം 1-ാം തിരുവചനം, ഏശയ്യ 41:10. അതുപോലെ തന്നെ നിയമാവർത്തനം 28-ാം അധ്യായം 10-ാം തിരുവചനം. അങ്ങനെ ഈ 3 വചനം നിങ്ങൾ ബൈബിൾ എടുത്ത് കണ്ടുപിടിച്ചിട്ട് ആ 3 വചനം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ആ കണ്ടുപിടിക്കുമ്പോൾ നമുക്കതിന് വിലയുണ്ടാകും. അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ട് ചൊല്ലിയിട്ടൊക്കെ ശക്തമായിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ നിയോഗ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, വലിയ ശക്തി, വലിയൊരു ദൈവത്തിൻ്റെ വലിയൊരു ബ്ലെസ്സിങ്, വലിയൊരു കൃപ നിങ്ങളിലേക്ക് വരും. എന്താണ് നിയോഗ പ്രാർത്ഥന? നിയോഗം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങൾ വചനം ചൊല്ലി, ചൊല്ലി അങ്ങനെ ശക്തമായിട്ട് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. രാത്രിയോ പകലോ ഏത് സമയത്ത് വേണം. ഒരു ദിവസം 24 മണിക്കൂർ ദൈവം നമുക്ക് തന്നിട്ട് അതിൽ നിന്നും ഒരു അരമണിക്കൂർ നമ്മൾ ദൈവവചനത്തിന് വില കൊടുക്കുക. അപ്പോൾ ആ ദൈവം നമ്മളിൽ പ്രവർത്തിക്കും. അപ്പോൾ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടു കൂടിയുള്ള എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ദൈവം ഏറ്റെടുക്കും. പിന്നെ നിഷ്കളങ്ക ഹൃദയത്തോടു കൂടിയിട്ട് ഒരു ശിശുവിനെ പോലെ എളിമപ്പെട്ട് നാം ഒന്നുമല്ല എന്നും ദൈവത്തിൻ്റെ മക്കളാണെന്നും അങ്ങനെ നമ്മളെ ഉള്ളിൽ ഒരു വിശ്വാസത്തിൻ്റെ തീ അതിശക്തമായിട്ട് കത്തണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനം പ്രവർത്തിക്കും. അതുപോലെ ഭയം മാറുവാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ബ്രദർ പറഞ്ഞുതരും. ഒന്ന്, ദൈവസ്നേഹത്തിൽ നമ്മൾ വളരണം. ദൈവസ്നേഹത്തിൽ വളരുക എന്ന് പറയുമ്പോൾ ദൈവത്തിനെ അപ്പൻ എന്ന് പറഞ്ഞ് നമ്മൾ ബഹുമാനിക്കണം. പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ ഹൃദയത്തിൽ കൊണ്ട് സ്വീകരിക്കണം. പിന്നെ അത് ഒന്നാമത്തെ കാര്യം. അതുപോലെ ദൈവത്തിൽ നമ്മൾ ആനന്ദിക്കണം. ആനന്ദിക്കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥന, കൂട്ടായ്മ, സ്പിരിച്വൽ ശുശ്രൂഷയിലൊക്കെ നമ്മൾ പങ്കാളികളാകണം. നമ്മുടെ എന്നും എപ്പോഴും എന്നല്ല പറഞ്ഞ് നമ്മുടെ സമയം സാഹചര്യം അനുസരിച്ച് ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒരു തവണയെങ്കിലും ഒരു സ്പിരിച്വൽ സന്ദേശം, സ്പിരിച്വൽ ശുശ്രൂഷയ്ക്ക് ഒരു ദിവസമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. അതും നമുക്ക് ദൈവത്തിൽ ആനന്ദിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതുപോലെ തന്നെ സാത്താൻ്റെ നുണയിൽ നമ്മൾ വിശ്വസിക്കരുത്. എന്താണ് സാത്താൻ്റെ നുണ? സാത്താൻ്റെ നുണ എന്ന് പറയുന്നത് ഈ ലോകം ശരിയില്ല, വചനം ശരിയല്ല, നമ്മുടെ പ്രധാനപ്പെട്ട ശ്രേഷ്ഠന്മാരൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് നമ്മളെ നെഗറ്റീവ് ചിന്തയിലേക്ക് എത്തിക്കുന്നതാണ് സാത്താൻ്റെ നുണ. അപ്പോൾ നമ്മൾ ഈ കുർബാന, കൂദാശയൊക്കെ നമുക്ക് തെറ്റായിട്ടൊരു ചിന്താഗതി തരുന്നതാണ് സാത്താൻ്റെ നുണ. അപ്പോൾ തീർച്ചയായിട്ടും കൂദാശയൊക്കെ റിയാലിറ്റിയാണ്, സത്യമാണ്. നമ്മുടെ വൈദികന്മാർ, ഒരുപാട് നല്ല കൃപയുള്ള വൈദികന്മാർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നമുക്ക് തമ്പുരാൻ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈച്ച എവിടെ വന്ന് താമസിക്കുന്നത് നിങ്ങൾക്കറിയാം. അഴുക്ക് എവിടെയുണ്ട് അവിടെയാണ് ഈച്ചയുടെ താമസ സ്ഥലം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയും. അതുകൊണ്ട് നമ്മൾ ആ ഈച്ചയുടെ സ്വഭാവം നമ്മൾ ആരും കാണിക്കരുത് എന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നമുക്ക് തെറ്റുകൾ പറ്റാം, നമ്മൾ മനുഷ്യരാണ്, ബലഹീനരാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. എല്ലാം അറിയുന്നവൻ നമ്മുടെ തമ്പുരാൻ കർത്താവ് മാത്രമാകും. നമ്മൾ ബലഹീനരായ മനുഷ്യരാണ്, പാപികളാണ്. നമുക്ക് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളൊക്കെ എല്ലാ സമയങ്ങളിലും വരുന്നുണ്ട്. ഞാൻ തന്നെ സാധാരണ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്, അത് എനിക്കറിയാം. പക്ഷേ എങ്കിലും ചില സമയത്ത് നമ്മൾ പോരായ്മയെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കണമെങ്കിൽ ഓരോ പോരായ്മകളിലൂടെ മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയും മതം എല്ലാം തികഞ്ഞ വ്യക്തികൾ ആരുമില്ല. നമുക്കെല്ലാവർക്കും പ്രതിസന്ധിയും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സത്യം ഗ്രഹിക്കുമ്പോൾ നമ്മൾ ആ സത്യത്തെ സത്യം എന്ന് തന്നെ പറയണം. പിന്നെ ദൈവവചനമാണ് സത്യം എന്ന് വിശ്വസിക്കണം. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മതം. അതുപോലെ തന്നെ നമ്മൾ ദിവ്യബലിയിൽ പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ കുമ്പസാരം എന്ന കൂദാശയ്ക്ക് പ്രാധാന്യം കൊടുത്ത് പ്രാർത്ഥിക്കണം, കുമ്പസാരിക്കണം നിങ്ങളെല്ലാവരും പറ്റുമെങ്കിൽ. അതുപോലെ തന്നെ എല്ലാം നമ്മുടെ അധ്വാനമല്ല, തമ്പുരാൻ തന്നിരിക്കുന്ന തമ്പുരാൻ്റെ ദാനമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്ന് നമ്മൾ വിശ്വാസത്തോടുകൂടി ചൊല്ലി പ്രാർത്ഥിക്കണം. പിന്നെ വിശുദ്ധ ഗ്രന്ഥം മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം നിങ്ങളെല്ലാവരും ഒന്ന് വായിച്ച് ധ്യാനിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ മനുഷ്യൻ
ഇപ്പോൾ ഒന്നിലും തൃപ്തരല്ല എന്ന് നമുക്കറിയാം. എന്ത് കിട്ടിയാലും മനുഷ്യർക്ക് തൃപ്തി ലഭിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ചിന്താഗതി നമ്മൾ മാറ്റണം. നമുക്ക് എന്താണ് തമ്പുരാൻ തന്നിരിക്കുന്നത്? മേ ബി ചില സമയം ഒരു കഷ്ണം അപ്പക്കഷ്ണം ആയിരിക്കാം. ഓക്കെ, ആ അപ്പക്കഷ്ണത്തിൽ നമ്മൾ പൂർണ്ണമായിട്ടും തൃപ്തരാകണം. അപ്പോൾ തമ്പുരാൻ നമുക്ക് കൂടുതൽ ധാന്യമണികൾ ഒരുക്കി തരുമെന്ന് ബ്രദർ ഉറപ്പ് പറയുന്നു. മേ ബി നമുക്കൊരു കുഞ്ഞു വീടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആ കുഞ്ഞു വീടിൽ നമ്മൾ സന്തോഷവാനായിരിക്കണം. അപ്പോൾ ദൈവം ഏറ്റവും നല്ല കാര്യം ഒരുക്കി തരും. അതുപോലെ നമുക്ക് ചെറിയൊരു വാഹനമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ സന്തോഷിക്കുമ്പോൾ ദൈവം അതിനേക്കാൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ഒരുക്കി തരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. മേ ബി ചില സമയം കുഞ്ഞുങ്ങളില്ലാത്ത മക്കളായിരിക്കും. നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ ദൈവത്തിൽ സറണ്ടർ ആയാൽ മതി. അപ്പോൾ തമ്പുരാൻ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തരും. കടബാധ്യതയുള്ള മക്കളായിരിക്കാം. നിങ്ങൾ ആ കടബാധ്യതയിൽ ദൈവകരങ്ങളിലേക്ക് കടബാധ്യത ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ നിന്ന് വിടുതൽ തന്നനുഗ്രഹിക്കും. പിന്നെ പൂർണ്ണമായിട്ട് നമ്മൾ ദൈവത്തിൽ സറണ്ടറായി ജീവിക്കാൻ ആഗ്രഹിക്കണം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, പിതാവിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം എല്ലാ മക്കൾക്കും ശക്തമായിട്ട് വ്യാപരിക്കട്ടെ. നിമോർത്തന് 28:7 നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിൻ്റെ മുൻപിൽ കർത്താവ് തോൽപ്പിക്കും. നിനക്കെതിരായി അവർ ഒരു വഴിയുടെ വരും 7 വഴി പലായനം ചെയ്യുന്ന വചനത്തിൻ്റെ അഭിഷേകം നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, ഈശോയെ മഹത്വം, മഹത്വം, മഹത്വം കർത്താവ്, യേശുവേ ആരാധന, യേശുവേ സ്തുതി.